സ്വീകരണം കണ്ടാത്തൊന്നും രാജ്യത്തിന് വേണ്ടി എന്തോ വലിയ കാര്യം ചെയ്തിട്ട് വരുന്ന വരവാണെന്ന്. എടാ, ഒരു കൊച്ചിനെ കൊന്നിട്ട്, അതും ഡിസബിലിറ്റി ഉള്ള ഒരു കൊച്ചിനെ കൊന്നിട്ട് 20 വർഷം ജയിലിൽ കിടന്നിട്ട് വരുന്ന വരവാ. ഒരു സർക്കാർ ജോലിയൂടെ മേടിച്ചു കൊടുക്ക്, കയ്യിൽ കാശൊന്നും കാണൂല, മുമ്പോട്ടിനി ജീവിക്കാൻ. എന്താണ് ബ്രോ ഇങ്ങനെയൊക്കെ? താങ്കളുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പോൾ താങ്കളെ കുറേ ആൾക്കാർ വിമർശിക്കുന്നുണ്ട്, വർഗീയവാദിയെന്നും മറ്റും പല ഇതൊക്കെ പറഞ്ഞിട്ട് അധിക്ഷേപിക്കുന്നതൊക്കെ കണ്ടു. അതൊന്നും പറയാനൊന്നും ഞാൻ ആളല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരിടം തന്നെയാണ് സോഷ്യൽ മീഡിയ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ താങ്കൾ പറഞ്ഞത് അദ്ദേഹം ഒരു ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടീനെ കൊന്നതാണ്, കൊലയാളിയാണ് എന്നൊക്കെ തന്നെയാണ്. സംഭവം ശരി തന്നെയാണ്. അദ്ദേഹം ചെയ്തിട്ടുണ്ടാവാം, ചെയ്തിട്ടില്ലേ, അതെല്ലാം ദൈവത്തിൻ്റെ കയ്യിരിക്കുന്ന കാര്യമാണ്. 20 വർഷത്തെ ശിക്ഷ കഴിഞ്ഞിട്ടാണ് ആ മനുഷ്യൻ നാട്ടിൽ വരുന്നത്. അതൊന്ന് ആലോചിക്കണം. പിന്നെ ഈ മലയാളികൾ അദ്ദേഹത്തിനെ സഹായിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജാതിമത ഭേദമന്യേ എല്ലാ മലയാളികളും ഒത്തുകൂടിയത് ഈ റഹീം എന്ന് പറയുന്ന ഈ വ്യക്തിനെ കണ്ടിട്ടൊന്നുമല്ല. നിങ്ങൾ കണ്ടില്ലേ, ആ വയസ്സായ ഒരു ഉമ്മ അല്ലെങ്കിൽ അമ്മ, അവരുടെ കണ്ണീര് കണ്ടിട്ടാണ് മലയാളികൾ എല്ലാവരും കൂടി ഒത്തുകൂടിയത്. ഒരു അമ്മയുടെ കണ്ണുനീര്, അത് ഒരു മക്കൾക്കും കണ്ടു നിൽക്കാൻ കഴിയില്ല, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക്. ഒന്നാമത്തെ കേസ്, നമ്മുടെ മലയാളികൾക്കെന്ന് പറയുന്നത് ഭയങ്കര സെൻറ്റിമെൻ്റൽ അറ്റാച്ച്ഡ് ആയ ആൾക്കാരാണ് നമ്മുടെ മലയാളികൾ. ഒരാൾ കരയുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കടം പേടിച്ചിട്ടെങ്കിലും അയാൾക്ക് കാര്യം നടത്തി കൊടുക്കുന്ന ടീമാണ് നമ്മുടെ മലയാളികൾ. അത് ഓർക്കണം. അപ്പോൾ ആ ഉമ്മയുടെ കണ്ണീര് കണ്ടിട്ടാണ് എല്ലാ മലയാളികളും ഇതിന് മുന്നിട്ടിറങ്ങിയത്. ആ മകനെ പറ്റുമെങ്കിൽ ആ മകനെ ഒന്ന് ആ ഉമ്മയുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ മലയാളികൾ മൊത്തവും ശ്രമിച്ചതും. അതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ആ പെരുന്നാൾ ദിവസം ആ ഉമ്മാക്ക് ആ മകനെ കൊടുക്കാൻ കഴിഞ്ഞത്. പിന്നെ താങ്കൾ പറയുന്നത് കേട്ടോ, സർക്കാർ ജോലി കൊടുക്കണം. ഇനി പറയാൻ പോകുന്നത് ബ്രോയോടല്ല, ഈ റഹീം എന്ന് പറയുന്ന വ്യക്തിയോടാണ് പറയാനുള്ളത്. താങ്കളെ എല്ലാ മലയാളികളും ചേർന്ന് താങ്കളെ രക്ഷിച്ചിരിക്കുകയാണ്. താങ്കളെ ജന്മനാട്ടിൽ താങ്കളുടെ ഉമ്മയുടെ അടുത്ത് എത്തിച്ചിരിക്കുകയാണ്. ഇനി താങ്കളെ ചെകഞ്ഞ് കുറേ യൂട്യൂബേഴ്സ്, കുറേ ഓൺലൈൻ മാധ്യമങ്ങൾ, അങ്ങനെ പലരും താങ്കളെ തേടി വരും, താങ്കളുടെ ദുരന്ത കഥ ചോദിക്കാനായിട്ട്, അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. താങ്കൾ ഒരു കോമാളിയായിട്ട് അവർക്ക് പാവക്കൂത്തായിട്ട് നിന്ന് കൊടുക്കാൻ പാടില്ല. താങ്കളെ രക്ഷിച്ച മലയാളികളെ കൊണ്ട് ഇവനെ രക്ഷിക്കേണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു വാക്കുകളോ ഒരു വീഡിയോസുകളോ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറയുന്നു. കാരണം നമ്മൾ മലയാളികളാണ്. താങ്കളിൽ നിന്ന് വളരെ മോശമായ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ താങ്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും ഉള്ളത് കൊടുത്ത ഞാനാണെങ്കിലും പ്രതികരിക്കും, എല്ലാവരും പ്രതികരിക്കും. അതുകൊണ്ട് തന്നെ ഇത് കേരളമാണ്. താങ്കൾ 20 വർഷം സൗദി ജയിലിൽ കിടന്ന് വന്ന ആളാണ്. ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ ഓൺലൈൻ മീഡിയാസ്, ഇവിടുത്തെ യൂട്യൂബേഴ്സ് എങ്ങനെയാണ് കാര്യങ്ങൾ വളച്ചൊടുക്കുന്നതെന്ന് താങ്കൾക്ക് ഒരു കാരണവശാലും അറിയാത്ത കാര്യമാണ്. അതുകൊണ്ട് അവരുടെ വലയ്ക്കുള്ളിൽ ചെന്ന് വീണിട്ട് വെറുതെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാൻ നിൽക്കാതെ ഇനിയെങ്കിലും സ്വന്തം കാര്യം നോക്കി ആ ഉമ്മായുമായിട്ട് സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് ഒരു അനിയൻ്റെ അഭ്യർത്ഥനയാണ്. അപ്പം വീഡിയോ ചെയ്ത ബ്രോയോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാ മലയാളികളും ആ ഉമ്മായുടെ കണ്ണുനീര് കണ്ടിട്ട് അദ്ദേഹത്തിനെ രക്ഷിച്ചെടുത്തതാണ്. അല്ലാതെ അബ്ദുറഹീം എന്ന് പറയുന്ന ആ വ്യക്തിനെ അല്ല നമ്മൾ ആരും കണ്ടത്. ആ വയസ്സായ ഉമ്മയുടെ കണ്ണുനീരാണ്. അപ്പോൾ ശരിയെന്നാ ബ്രോ.